എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. ഈ വീഡിയോയിൽ കിച്ചണിലൊന്നും അല്ല കേട്ടോ, ഞാൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ്. ഒരു PPTയുടെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്യണം. അതിലായി ആദ്യം സ്റ്റാർട്ടിൽ നിന്നുള്ള ഓപ്ഷൻ നിൽക്കുക. എന്നിട്ട് സെർച്ച് പ്രോഗ്രാം ആൻഡ് ഫയൽസിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക PowerPoint. അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2007 ഓപ്പൺ ആക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകും. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓപ്പൺ ആയി കഴിഞ്ഞു. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ഇത് ഹോം പേജ് ആണ് ആദ്യമായി ഓപ്പൺ ആവുന്നത്. അവിടെ ഒരു സ്ലൈഡും ഉണ്ടായിരിക്കും. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഹോം പേജിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻസേർട്ടിൽ കുറേ ഓപ്ഷൻസ്, അതേപോലെ ഓരോ കോണ്ടന്റ് ആയി തിരിച്ചിരിക്കുകയാണ്. ഹോം കോണ്ടന്റിൽ ന്യൂ സ്ലൈഡ്, ലേഔട്ട്, റീസെറ്റ്, ഡിലീറ്റ്, പിന്നെ ഷേപ്സ്, അറേഞ്ച്, ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്, ടെക്സ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് കൺവേർട്ട് ടു സ്മാർട്ട് ആർക്ക്, പിന്നെ ലാംഗ്വേജ് ഇവിടെ അടുത്തതുള്ളതാണ്. നമുക്ക് സൈസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഹോം പേജിൽ തന്നെ ഉണ്ട്. ഇനി ഇൻസേർട്ട് ആകും. ഇൻസേർട്ട് കോണ്ടന്റിലുണ്ട് ടേബിൾ വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അല്ല, നമുക്കിപ്പോൾ ടൈം ടേബിൾ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. ഇത് പിക്ചറാണ്. നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ക്ലിപ്പാർത്താണ്. ക്ലിപ്പാർത്ത് നമ്മൾ ഓരോ ഇലിസ്ട്രേഷൻ അതിങ്ങനെ ഫോട്ടോ പോലെ വരും. ഇതടുത്ത ഫോട്ടോ ആൽബം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ ഇത് ക്രിയേറ്റ് or edit a presentation based on a set of pictures. Each picture will be placed on its own slide. ഓരോ പിക്ചർ ഓരോ സ്ലൈഡിൽ ഇങ്ങനെ ആക്കാനാണ്. ഇത് ഷേപ്സ് ആണ്. ഓരോ ഷേപ്സിൽ കൂടുതൽ ഷേപ്സ് ഉണ്ട്. ഇത് സ്മാർട്ട് ആർട്ട് ആണ്. ഇങ്ങനെ ഓരോ ആർട്ട്. ഇത് ചാർട്ട്, ഇത് ടെക്സ്റ്റ് ബോക്സ്, ഇത് ഹെഡർ ആൻഡ് ഫൂട്ടർ, ഇത് വേർഡ് ആക്ട്. ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വേർഡിന്റെ. കണ്ടോ, നമുക്ക് ഓരോ ഡിസൈൻ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഡിസൈൻ അത് കഴിഞ്ഞ് അത് വേർഡ് ആക്ട് ആണ്. പിന്നെ അത് കഴിഞ്ഞ് സ്ലൈഡ് നമ്പർ, സ്ലൈഡിൽ ഓരോ നമ്പേഴ്സ് കാണിക്കും. ഇത് ഡേറ്റ് ആൻഡ് ടൈം, ഇത് സിമ്പിൾ, ഒബ്ജക്റ്റ്, മൂവി, സൗണ്ട്, ഇത്ര ഉണ്ട്. ഇനി അടുത്തതായുള്ള നമുക്ക് പോകാം ഡിസൈനിൽ പേജ് സെറ്റപ്പ് ഉണ്ട്. പേജിന്റെ ഓരോ സെറ്റപ്പ്, അതിന്റെ സൈസ് സെലക്ട് ചെയ്യുന്ന പേജ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ പേജ്. ഇപ്പൊ റെക്ടാങ്കിൾ അല്ലേ, ആ റെക്ടാങ്കിളിനെ നമുക്ക് ട്രയാങ്കിൾ ആക്കാവുന്നതാണ്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നീളമുള്ള റെക്ടാങ്കിൾ ആക്കാം. പിന്നെ ഓരോ ഷേപ്സ് അതെങ്ങനെ ഉള്ളതാ പേജ് സെറ്റപ്പ് ഉള്ളത്. അത് കുറെ ഷേപ്സ്, ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതെങ്ങനെ ഉള്ളതാണ് അതാക്കാവുന്നതാണ്. പിന്നെ ഇത് ആനിമേഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ വരുത്താം. ഇങ്ങനെ ഒരു ആനിമേഷൻ പേജ്. ട്രാൻസിഷൻ സ്പീഡ്, ഓട്ടോമാറ്റിക് ആഫ്റ്റർ. ഇത് സ്ലൈഡ് ഷോ ആണ്. ഫ്രം ബിഗിനിങ്, പിന്നെ കറണ്ട് സ്ലൈഡ്. ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പേജ് തൊട്ട് സ്റ്റാർട്ട് ആകും. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്, സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ ഫ്രം ദ ഫസ്റ്റ് സ്ലൈഡ് കൊണ്ട്. അതായത് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ ഫ്രം ദ കറണ്ട് സ്ലൈഡ്, ഇപ്പൊ നിൽക്കുന്ന സ്ലൈഡ് കൊണ്ട് തുടങ്ങും. പിന്നെ കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ഓർ പ്ലേ എ കസ്റ്റം സ്ലൈഡ് ഷോ. എ കസ്റ്റം സ്ലൈഡ് ഷോ help display only the slides you select. This enables you to have several different shows. For example, a 30-minute show and a 60-minute show within the same presentation. എന്ന് പറഞ്ഞാൽ ഇത് നെക്കി കഴിയുമ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചുള്ള സ്ലൈഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഓരോ ടൈമുള്ളത്. പിന്നെ സെറ്റപ്പ് സ്ലൈഡ് ഷോ, അതിങ്ങനെ സ്ലൈഡ് ഷോയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇത് ടൈം ഒരു ഇത് നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പം അതോരോ ടൈം സെലക്ട് ചെയ്യാം. ഇത് റിവ്യൂ, അത് ഓരോ ഓപ്ഷൻസ് ഇനിയും ഉണ്ട്. അടുത്തതായുള്ളതാണ് ഇവിടെ ന്യൂ സ്ലൈഡ് എന്നുള്ള ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അവിടെ അത് നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ആക്കാം. ഇവിടെ ഇതിലൊരു ട്രയാങ്കിൾ ആയിട്ടുള്ള താഴോട്ടുള്ള ഒരു ആരോ ഉണ്ട്. അതിൽ നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് സെലക്ട് ചെയ്യാം. സെക്ഷൻ ഹെഡർ, ടൈറ്റിൽ ആൻഡ് കോണ്ടന്റ്, ടൈറ്റിൽ സ്ലൈഡ്, ടു കോണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ, അങ്ങനെ
ഓരോ സ്ലൈഡ്സ് ഉണ്ട്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു കേരള. What's on country? ഇത് ടൈപ്പ് ചെയ്തേക്കുവാണ്. ഈ ടൈപ്പ് ചെയ്തേക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ വാട്ട്സ് ഓൺ കൺട്രി എന്ന് കണ്ടോ, അതിനൊരു രസമില്ല, ഒരു ലൈറ്റ് കളറാണ്. നമ്മൾ ആ ലൈറ്റ് കളറിനെ നമുക്കൊരു നല്ല കട്ടിയുള്ള കളറാക്കാൻ ഇവിടെ ഫോണ്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിലൊരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് മോർ കളേഴ്സ് നിൽക്കാൻ ഇനിയും കളേഴ്സ് കാണാം. ഷീജോ നിൽക്കുന്ന കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കേരള ടൈപ്പ് ചെയ്തു. പത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്, ന്യൂ സ്ലൈഡ്. അപ്പം നമ്മൾ ആദ്യത്തെ ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ന്യൂ സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അപ്പം ഇന്നത്തേക്ക് ഇത്രയും. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഒരു വലിയ പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ബൈ ബൈ.